ഇല്ല, കൊലപാതകമാണെന്ന് തീർത്ത് പറയുന്നില്ല. പക്ഷേ സൂയിസൈഡിനെക്കാട്ടിലും കൊലപാതകത്തിലേക്ക് സഞ്ചരിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ അവിടെ ഉണ്ട്. അത് പോലീസ് അന്വേഷിച്ച് അതിന് കൃത്യത വരുത്തണം, എങ്കിൽ മാത്രമേ ഉള്ളൂ. ഇത് CBIക്ക് കൊടുക്കണമെന്നൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല, പറയുന്നുമില്ല. പക്ഷേ ഒരു ജൂനിയറായ ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ കൊണ്ട് അന്വേഷിപ്പിച്ചത് തെറ്റിപ്പോയി. പോലീസിനെ ഒരു വെറ്ററൻ DYSP കൊണ്ട് അന്വേഷിക്കുന്നത്, അവിടെ ഒരു DYSP ഉണ്ടല്ലോ, അദ്ദേഹത്തിന് തന്നെ അന്വേഷിച്ചാൽ എന്താ കുഴപ്പം? അദ്ദേഹം പ്രൊമോട്ട് ചെയ്ത് വന്ന ഒരു DYSP അവിടെയുണ്ട്. ഇല്ലെങ്കിൽ വേണ്ട, ക്രൈംബ്രാഞ്ചിലോട്ട് ട്രാൻസ്ഫർ ചെയ്തോ, തടസ്സമില്ലല്ലോ. ഇപ്പോൾ ഇരിക്കുന്ന ലോക്കൽ പോലീസ് ഓഫീസറെ വീട്ടുകാർക്ക് വിശ്വാസമില്ലെങ്കിൽ ക്രൈംബ്രാഞ്ച്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇത് ക്രൈംബ്രാഞ്ചിലോട്ട് കൊടുക്കണമായിരുന്നു, അത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം പലരും ആ ചാനലിരുന്ന് എതിർക്കുന്ന കണ്ടു. അതല്ല, ക്രൈംബ്രാഞ്ച് നമ്മുടെ പോലീസിനെക്കാട്ടിലും ബെറ്റർ ഒരു പോലീസാണ് CBI എന്ന് എനിക്ക് അഭിപ്രായമില്ല. എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്, CBIക്ക് എതിരായിട്ട് ഞാൻ നീങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാജേഷൻ പറഞ്ഞ പോലെ അഭയ കേസിൻ്റെ ആ കാര്യത്തിലും വ്യത്യസ്തമായ നിലപാടാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് കേരള പോലീസിനെക്കാളും ബെറ്ററാണ് CBI എന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം നല്ല ഇൻവെസ്റ്റിഗേഷൻ ടാലൻസ് ഉള്ളവർ തന്നെയാണ് കേരള പോലീസ്. അതുകൊണ്ടാണ് ഞാൻ അന്ന് പോലെ പറയുന്നത് ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് കൊടുക്കണമായിരുന്നു എന്ന്. എങ്കിലും ഇതിനകത്ത് ചില സംശയങ്ങളുള്ള ഏരിയകൾ ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. ഒരു കൈക്കൂലിക്കാരനാണ് എന്ന് ഇദ്ദേഹത്തിനെ സ്ഥാപിച്ചെടുക്കാൻ ഒരു ശ്രമം, അതിന് അദ്ദേഹം മരിച്ച ശേഷം ഒരു പരാതി 2 ദിവസം കഴിഞ്ഞപ്പം മുൻ ഡേറ്റ് വെച്ചൊരു പരാതി മുഖ്യമന്ത്രി ഓഫീസിൽ കൊണ്ടുപോയി. അത് AK സെൻറ്ററിൽ നിന്ന് ഒരാൾ ആരോ എഴുതി ഒപ്പിട്ട് കൊടുത്തെന്നാണ് പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ മുഖ്യമന്ത്രി ഓഫീസിൽ കൃത്യമായിട്ട് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റും ടൈമും വെച്ച് സ്വീകരിക്കും. പക്ഷേ 2 ദിവസം മുമ്പത്തെ ഡേറ്റ് വെച്ചാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത്, ഈ സംഭവത്തിന് ശേഷമാണ്. അപ്പോൾ ഇതിനെ സംബന്ധിക്കുന്ന പ്രശാന്തിനെതിരായിട്ട് അയാളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടുത്തെ ഒരു വിജിലൻസ് സർക്കിൾ ഇൻസ്പെക്ടർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പം വിജിലൻസ് സർക്കിൾ ഇൻസ്പെക്ടർ എങ്ങനെയാണ് ഒരു വിജിലൻസ് ഓർഡർ ഇല്ലാതെ ഒരാളെ ചോദ്യം ചെയ്യുന്നത്? മുഖ്യമന്ത്രി ഒപ്പിട്ടിട്ടില്ല ആ പേപ്പറിൽ, അതുപോലെ ചീഫ് സെക്രട്ടറിയോ ഹോം സെക്രട്ടറിയോ ഒപ്പിട്ടിട്ടില്ല, വിജിലൻസ് ഡയറക്ടറോ ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ ഒപ്പിടാതെ ഒരു അന്വേഷണം അവിടെ ഒരു CA നടത്തി ഈ പ്രശാന്തിനെ വിളിച്ച് വിജിലൻസ് ആംഗിളിൽ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അയാൾക്ക് എന്താണ് അത്ര താല്പര്യം, ഇൻട്രസ്റ്റ് എന്നുള്ള ചോദ്യമാണോ വരുന്നത്? അയാളെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സംശയങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ പ്രശാന്തിനെ കുറിച്ചോ വ്യാജ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? കൃത്യമായിട്ട് സർക്കാരിന് ഇതിലൊരു നിലപാടുള്ളത് കൊണ്ടാണോ? അത് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെയാണ് അറിയേണ്ടത്. കാരണം മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി അവിടെ previous ഡേറ്റ് വെച്ച് ഒരു പരാതി സ്വീകരിക്കായിരുന്നു വേണമെങ്കിൽ. അതിനുള്ള സംവിധാനം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ കിട്ടുന്ന പരാതിയും ടൈമും ഡേറ്റും വെച്ച് സ്വീകരിച്ചിരിക്കും. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കൊടുത്തത് മുൻ ഡേറ്റ് വെച്ചാലും അത് ആ വേല നടന്നില്ല ഏതായാലും മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. അതേസമയത്ത് ഈ കേസിന് എന്തുകൊണ്ട് പ്രശാന്തിനെതിരായിട്ട് ഒരു കേസാണ്, അയാൾ പൈസ കൊടുത്തു എന്ന് അയാൾ പറയുകയാണ്. വിജിലൻസിലെ ആക്ട് അനുസരിച്ച് PC ആക്ട് അനുസരിച്ച് കൊടുത്താലും വാങ്ങിച്ച് അതിന് രണ്ടും കുറ്റമാണ്, കൊടുക്കുന്നയാളും കുറ്റക്കാരനാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇന്ന് വരെ അവിടേക്കാണ് നമുക്ക് ഡൗട്ട് വരുന്നത്. അതിനകത്തൊക്കെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്ന അവിടെയാണ്. ഒരു കേസ് എന്തായാലും എടുക്കാത്തത് എന്താണ്? വിജിലൻസ് ആംഗിളിൽ ഇയാൾ ഇങ്ങനെ കാണിച്ചെന്ന്. അപ്പോൾ അത് തന്നെയല്ല, ഈ കേസിൻ്റെ നാൾ വഴി നമ്മൾ നോക്കുമ്പം അവിടെ ജുഡീഷ്യൽ കോടതിയിലെ ഈ കളക്ടറെയും അതുപോലെ തന്നെ പ്രശാന്തൻ്റെയും പിന്നെ ഗംഗാധരൻ എന്നൊരാൾ, ഇവർ പിന്നെ ദിവ്യയുടെ ഇവരുടെ കോൾ ഡീറ്റെയിൽസ് പ്രിസർവ് ചെയ്യണം. അത് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, അത് ഡിലീറ്റ് ചെയ്യാനുള്ളത്, അതുകൊണ്ട് അത് പ്രിസർവ് ചെയ്യണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളും ആ കോടതി, താമരശ്ശേരി കോടതി പ്രിസർവ് ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ADMൻ്റെ വീട്ടുകാർ നേരത്തെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഒരു മായമൊന്നും ചേർക്കരുത്, ഡിലീറ്റ് ചെയ്ത് കളയരുതെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ്. അപ്പോൾ അവരുടെ മനസ്സിലും അങ്ങനെ ഒരു ഡൗട്ടുണ്ട്. എന്തായാലും പോലീസ് ഇപ്പം ഈ ചില അന്വേഷണത്തിൽ ചില പാകപ്പിഴവുണ്ടെന്ന് ജനറലായിട്ട് പറഞ്ഞിരിക്കുന്നു. അതിനൊന്നും ക്ലാരിറ്റി വന്നിട്ടില്ല. അതുകൊണ്ട് ഈ അന്വേഷണം ഹൈക്കോടതി വന്നെങ്കിലും ഇത് ക്രൈംബ്രാഞ്ചിലോട്ട് അന്വേഷണം മാറ്റണമായിരുന്നു. നേരത്തെ ഈ ആരോപണം വരില്ലായിരുന്നു. കാരണം ക്രൈംബ്രാഞ്ചിലുള്ളവർ നല്ല വെറ്ററന്മാർ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കണമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യവും എൻ്റെ ഇപ്പോഴത്തെ ഡിമാൻഡും അത് തന്നെയാണ്.